അയർലൻഡിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അത് ജോലിക്കാണെങ്കിലും സ്റ്റുഡൻറ് വിസയിലാണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് സിം കാർഡാണ്. ഇപ്പം അയർലൻഡിൽ ഒരുപാട് നെറ്റ്വർക്ക് റീറ്റെയിലേഴ്സ് അവൈലബിൾ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് ടെസ്കോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ടെസ്കോയുടെ സിം ആണ്. രണ്ടാമതായിട്ട് വരുന്നതാണ് PPSN കാർഡ്. നിങ്ങളുടെ സാലറിയുടെ ടാക്സ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ സാലറി ലീഗലായിട്ട് കിട്ടാൻ ഈ വക കാര്യങ്ങൾക്കെല്ലാമായിട്ടാണ് PPSN കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്നത് ഒരു വെരിഫൈഡ് GOV ID നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് മൈ വെൽഫെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള PSC സെൻറ്ററിൽ ഇൻ പേഴ്സൺ പോയി അപ്പോയിൻമെന്റ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ കാർഡ് കിട്ടുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് GNIB കാർഡാണ്. നമ്മളിവിടെ അയർലൻഡിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇമിഗ്രേഷനിൽ നിന്ന് നമുക്ക് 3 മന്ത്സിലേക്കാണ് നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നത്. പിന്നീടുള്ള സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് GNIB കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറി സൈറ്റിലായിട്ട് കയറിയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോയിൻമെന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡബ്ലിനിലെ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറിയുടെ ഓഫീസിൽ പോയിട്ട് ഇൻ പേഴ്സൺ അപ്പോയിൻമെന്റ് അറ്റൻഡ് ചെയ്യേണ്ടതാകുന്നു. നാലാമത്തതായിട്ട് വരുന്നത് ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ അയർലൻഡിൽ കോമൺ ആയിട്ടുള്ള ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AIB, PTSB, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അയർലൻഡ് ഒക്കെ. അടുത്തത് ലീപ് കാർഡാണ്. ഇവിടുത്തെ പബ്ലിക് ബസ് യൂസ് ചെയ്യാനുള്ള കാർഡാണ് ഇത്. അപ്പം നമുക്കിത് സെൻട്ര പോലെയുള്ള ഷോപ്പുകളിൽ ഈ കാർഡ് ലഭ്യമാണ്. ഇനി സ്റ്റുഡൻസിനാണെങ്കിൽ സ്റ്റുഡൻസിന് ലീപ് കാർഡ് ഉണ്ട്. അവർക്ക് 30% റെഡ്യൂസ്ഡ് റേറ്റിൽ ഈ കാർഡ് വഴി ട്രാവൽ ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നതാണ് GP രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ GPയുടെ അടുത്താണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങളുടെ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഏതെങ്കിലും ക്ലിനിക് ഉണ്ടെങ്കിൽ അവിടെ പോയി GP രജിസ്റ്റർ ചെയ്യേണ്ടതാകുന്നു. വൺസ് നിങ്ങൾ ഇവിടെ സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് DPS കാർഡ്, അതുപോലെ തന്നെ GP കാർഡ് ഇതിനെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇനി നേഴ്സുമാർക്കാണെങ്കിൽ HSC ലാൻഡ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് പോർട്ടൽ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാൻഡേറ്ററി കോഴ്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം അതും കംപ്ലീറ്റ് ചെയ്യേണ്ടതാകുന്നു.